കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഹമാസുമായി ബന്ധപ്പെട്ട അവർക്ക് അനുകൂലമായുള്ള പ്രക്ഷോഭങ്ങൾ നാം കണ്ടിട്ടുണ്ട്. ഏറ്റവും അവസാനം അത് ദേവസ്വം ഭൂമിയിൽ എത്തി നിൽക്കുകയാണ്, മാടായിപ്പാറയിൽ. എന്താണ് അവർക്ക് ഇത്ര പ്രണയം ഹമാസിനോട്? കേരളത്തിലെ ഇന്ന് സജീവമായി കൊണ്ടിരിക്കുന്ന ഭീകരവാദ അനുകൂല സംവിധാനങ്ങൾക്കെല്ലാം ആശയപരമായിട്ടും ആദർശപരമായിട്ടും ആനുകാലിക സംഭവങ്ങളുടെ വിശദീകരണം എന്നുള്ള രീതിയിലും എല്ലാ തരത്തിലുള്ള പിന്തുണയും ഇന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയാണ്. കേരളത്തിൽ മാത്രമല്ല, ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ഏതേത് വിഘടന പ്രവർത്തനങ്ങളുണ്ട് എങ്കിലും അതിൻ്റെയൊക്കെ പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ആസൂത്രണമുണ്ട് എന്നുള്ളത് ഒരു വസ്തുത മാത്രമാണ്. ജമാഅത്ത് ഇസ്ലാമിയുടെ അടിസ്ഥാന ആശയധാര ഭാരതത്തിൻ്റെ ഇപ്പോഴത്തെ സാംസ്കാരിക സ്വഭാവം അട്ടിമറിക്കുക എന്നുള്ളത് തന്നെയാണ്. ഭാരതത്തിൻ്റെ സാംസ്കാരിക സ്വഭാവം അട്ടിമറിക്കുന്നതിന് അവർക്ക് ബഹുമുഖ തന്ത്രങ്ങളുണ്ട്. സത്യത്തിൽ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്നതിനേക്കാളും മുന്നേ തന്നെ നിരോധിക്കപ്പെടേണ്ട ഒരു സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി. അത്തരത്തിലുള്ള ജമാഅത്ത് ഇസ്ലാമി വിഘടനവാദത്തിന് സഹായകമാകുന്ന എല്ലാ ആശയ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളെയും, അത് ഏത് സ്വഭാവത്തിലുള്ളതായിക്കോട്ടെ, അവർക്ക് ഇടതുപക്ഷ ആശയ പ്രസ്ഥാനങ്ങളുമായിട്ട് പിരിഞ്ഞ ബന്ധമുണ്ട്, ചേർന്ന ബന്ധമുണ്ട്. അതുപോലെ തന്നെ ഇതര വിഘടനവാദ ശക്തികളോട് ചേർന്ന ബന്ധങ്ങളുണ്ട്. എല്ലാ തരത്തിലുള്ള ആളുകളുമായിട്ടും അവർ ബന്ധപ്പെട്ടേക്കുന്നുണ്ട്. കാരണം അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അനുകൂലമായിട്ട് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടുത്താം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഈ മാടായിപ്പാറ അത് തന്നെ ഞാൻ പറഞ്ഞ് അത് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ ഹമാസ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ ഇവിടെ വളരെ സെൻസിറ്റീവായിട്ട് ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി പറ്റുമെന്നുള്ളത് കേരളത്തിലെ ഇസ്ലാമിക സംഘടനകൾ നമുക്ക് മുന്നിൽ തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. അതൊരു പക്ഷേ ഒരു മതവികാരത്തെ പൊതു മുസ്ലിം സമൂഹത്തിനിടയിൽ ഗംഭീരമായിട്ട് ഉയർത്തി കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ഹമാസ് അനുകൂലമായിട്ടുള്ള വികാരത്തെ ശരിക്കും പലസ്തീൻ ഈസ് ഈക്വൽ ടു ഹമാസ് എന്നുള്ളതാണ് ഇവർ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ഹമാസ് എന്ന് പറയുന്നത് പലസ്തീനിലെ സാധാരണക്കാരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ആളുകളെ കൂടെ പ്രതിനിധീകരിക്കുന്നു എന്നുള്ളൊരു നറേഷനാണ് ഇവർ കൊണ്ടുവരിക. ഹമാസിൻ്റെ ഭീകരവാദ മുഖം വളരെ മൃദുപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ അവതരിപ്പിക്കുന്നത് പൊതുസമൂഹത്തിൽ. അതേസമയത്ത് തന്നെ മുസ്ലിം ബ്രദർഹുഡ്, ഒരു ഇസ്ലാമിക് അതിനെ പറയുക, ആഗോള ഇസ്ലാമിക സാഹോദര്യം, അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും അതിനോട് ഐക്യപ്പെടേണ്ടതാണ് എന്നുള്ളൊരു താല്പര്യമാണ് പൊതുവെ ഇവർ കടത്തിക്കൊണ്ട്. അതുകൊണ്ട് ഇവരുടെ നേരിട്ടുള്ള ആശയം, ജമാഅത്ത് ഇസ്ലാമിയുടെ നേരിട്ടുള്ള ആശയം അതേപോലെ ഉൾക്കൊള്ളാൻ വേണ്ടി വിമുഖത കാണിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ കേരളത്തിലുണ്ട്. ചില സുന്നി വിഭാഗങ്ങൾ, അങ്ങനെയുള്ള ചില ആളുകളൊക്കെ ഇതിനോട് ആദർശത്തിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുമ്പോഴും ആഗോള ഇസ്ലാമിക സാഹോദര്യത്തിൻ്റെ അനിവാര്യത പ്രകടമാക്കുന്ന സന്ദർഭങ്ങൾ, ഇതാ പലസ്തീൻ എന്ന് പറയുന്ന ഒരു സംവിധാനത്തെ ആക്രമിക്കുന്നു, അത് ഇസ്ലാമിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ്, അതിനെ പ്രതിരോധിക്കുന്ന സംഘടനയാണ് ഹമാസ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിക സമൂഹത്തിൽ എതിർ ശബ്ദങ്ങളില്ലാത്ത വണ്ണം ആശയ പ്രചാരണം വളരെ ഗംഭീരമായിട്ട് നടത്താൻ വേണ്ടിയിട്ട് ജമാഅത്ത് ഇസ്ലാമിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് മീഡിയ വണ്ണം മാധ്യമവും വഹിച്ച പങ്ക് ചില്ലറയില്ല. അപ്പോൾ ഇത് ഇസ്ലാമിക സമൂഹത്തിൽ പടർത്തുന്നതോടൊപ്പം തന്നെ പൊതുസമൂഹത്തിലും ഇത്തരത്തിൽ ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇവർ പ്രകടനങ്ങൾ അതുപോലെയുള്ള ഇത്തരത്തിലുള്ള പൊതുപരിപാടികളും ഒക്കെ സംഘടിപ്പിക്കുന്നത്. പക്ഷേ പൊതുപരിപാടികൾ സംഘടിപ്പിക്കുമ്പോഴും ഇവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഉള്ള ഭാരതത്തിനോടുള്ള വിരോധ ബുദ്ധി, ഇതര സമൂഹത്തിനോടുള്ള സ്പർദ്ധാ മനോഭാവം, അസഹിഷ്ണുത, ഇതൊക്കെ പുറത്ത് ചാടാറുണ്ട്. അങ്ങനെ പുറത്ത് ചാടിയ ഒരു വേളയിലാണ് നമ്മൾ മാടായിപ്പാറയിൽ ഈ സംഭവത്തിൽ ഇപ്പോൾ പ്രതിഷേധത്തിന് ഇടയായിട്ടുള്ള ഒരു ഘട്ടം ദൃശ്യമായിട്ട് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ അവിടെ ജമാഅത്ത് ഇസ്ലാമി മാടായിപ്പാറയെ ലക്ഷ്യം വെക്കുന്നത് ആദ്യമായിട്ടല്ല. മാടായിപ്പാറയ്ക്ക് ഒരുപാട് പാരമ്പര്യമുണ്ട്. അവിടെ ഹൈന്ദവ പാരമ്പര്യം ഉണ്ട് എന്ന് പോലെ തന്നെ വിദേശികളായിട്ടുള്ള ജൂതന്മാർ, മുസ്ലിങ്ങൾ ഒക്കെ പഴയങ്ങാടിയുമായിട്ട് ബന്ധപ്പെട്ട് മാടായിപ്പാറയുമായിട്ട് സമീപ പ്രദേശങ്ങളുമായിട്ട് വലിയ ചരിത്രപരമായിട്ടുള്ള ബന്ധങ്ങളുണ്ട്. ഈ മാടായിപ്പാറയിൽ തന്നെ ഒരു ജൂതക്കുളം എന്നൊരു കുളമുണ്ട്. അതൊക്കെ വലിയ ശ്രദ്ധേയമായ വഴിതെറ്റി വന്നതല്ല.
ജമാഅത്ത് ഇസ്ലാമിയുടെ ഒരു പ്രവർത്തനവും വഴിതെറ്റി വന്നതോ അബദ്ധത്തിൽ വന്നതോ ആസൂത്രണ പിഴവ് കൊണ്ട് സംഭവിച്ചെന്നോ അങ്ങനെ ചിന്തിക്കുകയും വേണ്ട. ജമാഅത്ത് ഇസ്ലാമിക്ക് കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്, കൃത്യമായിട്ടുള്ള മാർഗങ്ങളുണ്ട്, അളന്ന് തൂക്കി കുറിച്ച പ്രയോഗശൈലിയുമുണ്ട്. അതുകൊണ്ട് ഇതിനെ എങ്ങനെ പൊതുസമൂഹത്തിൽ പ്രശ്നമായിട്ട് വരുമ്പോൾ എങ്ങനെ ന്യൂട്രലൈസ് ചെയ്യണമെന്ന് അവർക്കറിയാം. എങ്ങനെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് CPM കച്ചകെട്ടി ഇറങ്ങിയും കണ്ടു. CPMൻ്റെ അണികൾക്ക് ഇതിൽ വലിയ പ്രതിഷേധമുണ്ട്. പക്ഷേ CPMൻ്റെ ജില്ലാ നേതൃത്വം ജമാഅത്ത് ഇസ്ലാമിക്ക് മറപിടിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു. അത് നമ്മൾ കണ്ടില്ലേ? അല്ല, അതിനു മുൻപ് തന്നെ ഈ P ജയരാജ പലതവണ ആവർത്തിക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലയുമായി ബന്ധപ്പെട്ട്, പൊളിറ്റിക് ഇസ്ലാമുമായി ബന്ധപ്പെട്ട്, IS-ഉമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിൽ നിന്നും വലിയ രീതിയിൽ യുവാക്കൾ ഇത്തരം IS ഉൾപ്പെടെയുള്ള ഈ സംഘടനകളിൽ ചേരുന്നതായി അവിടെയുള്ള നേതാക്കൾ തന്നെ തുറന്നു പറയുന്നുണ്ട്. ഇതിൽ കണ്ണൂർ ജില്ലയിലെ CPM എന്ന് പറയുന്നത് ഒരു ഏകശിലാരൂപമായിട്ടുള്ള ഏകമുഖമായിട്ടുള്ളതല്ല. നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ അത് ഒരു ഏകശിലാരൂപമാണ് എന്ന് കാണും. പക്ഷേ അത് ഏകശിലാരൂപമല്ല, പല പല കല്ലും കഷ്ണങ്ങൾ ചേർത്ത് വെച്ച് അടുക്കിപ്പിറക്കിയ ഒരു സ്വരൂപമാണ് കണ്ണൂർ ജില്ലയിലെ CPMൻ്റെ നേതൃത്വം. P ജയരാജനെ പോലെയുള്ള കുറേ ആളുകൾ ഇത് റിയലൈസ് ചെയ്തിട്ടുണ്ട്, അത് പറയുന്നുണ്ട്. അതിന് ഉദ്ദേശം വേറെ ഉണ്ട് എങ്കിൽ പോലും ഈ വസ്തുതകളെ അവർക്ക് കണ്ടില്ല എന്ന് അടിക്കാൻ വേണ്ടി പറ്റില്ല. P ജയരാജൻ തന്നെ പ്രതിയായിട്ടുള്ള ഒരു കേസുണ്ടായിരുന്നു. ഒരു കൊലക്കേസിൽ ഈ ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ള PFI അടക്കമുള്ള സംഘടനകൾ എങ്ങനെയാണ് അതിനെ വംശീയമായിട്ട് നേരിട്ടത്, അതിനെ മതപരമായിട്ട് P ജയരാജനെ ടാർഗറ്റ് എങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് P ജയരാജന് നല്ല ബോധ്യമുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ രാകേഷാണ് ഇപ്പോഴവിടെ ജില്ലാ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ചില പ്രസ്താവനകൾ ഇറക്കിയിട്ടുള്ളത്. ഇപ്പോൾ രാകേഷ് പറയുന്നത് അവിടെ വാക്കുകൾ കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉള്ളിൽ വേദനിക്കുകയെന്നല്ല, അദ്ദേഹം പറയുന്നത് അത് വിവരദോഷിയായിട്ടുള്ള ഏതോ പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് കേസെടുത്തിട്ടുള്ളത് എന്നാണ്. ആ പോലീസിനെ നിർവീര്യമാക്കുന്ന ഒരു പ്രസ്താവനയാണ്. ഭരിക്കുന്ന പാർട്ടിയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള കോട്ടയിലെ ഏറ്റവും ശക്തനായിട്ടുള്ള ഒരു നേതൃനിലയിലിരിക്കുന്ന ജില്ലാ സെക്രട്ടറി എന്ന് പറയുന്ന വളരെ കൃത്യമായിട്ടുള്ള നിർണായകമായിട്ടുള്ള ഒരു പൊസിഷനാണ് കണ്ണൂർ ജില്ലയിൽ സംബന്ധിച്ചിടത്തോളം. കേരളത്തിലെ ഭരിക്കുന്ന പാർട്ടിയുടെ സെക്രട്ടറി എന്നുള്ള നിലയിൽ വളരെ ശക്തമാണത്. ആ ജില്ലാ സെക്രട്ടറി പറയാണ് തലയ്ക്ക് വെളിവില്ലാത്ത ആളാണ് കേസെടുത്തിരിക്കുന്നത്. വളരെ നിസ്സാരമായിട്ടുള്ള വകുപ്പുകളേ ഇട്ടുള്ളൂ, അതിനപ്പുറത്തേക്ക് പോകരുത് എന്നുള്ളതാണ്. ജമാഅത്ത് ഇസ്ലാമിയെ സംരക്ഷിച്ചു പിടിക്കേണ്ട ബാധ്യത ഇപ്പോഴത്തെ കണ്ണൂർ ജില്ലാ നേതൃത്വത്തിനുണ്ട് എന്നാണ് എനിക്കതിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. താഴെത്തട്ടിലുള്ള CPMൻ്റെ എല്ലാ പ്രവർത്തകർക്കും അറിയാം അവിടെ മുഴക്കിയത് ഭീകരവാദ മുദ്രാവാക്യമാണ് എന്ന്, ഭാരതവിരുദ്ധ മുദ്രാവാക്യമാണ് എന്ന്, ഭീഷണിയാണ് എന്ന്, കയ്യേറ്റ ശ്രമമാണ് എന്ന്, കയ്യേറ്റത്തെ മറച്ചു പിടിക്കാനുള്ളതാണ് എന്ന്. ഈ കുട്ടികൾ തന്നെ ഈ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ കുട്ടികൾ മാത്രമല്ല കുറച്ച് മുതിർന്നവരുണ്ട്, 30ഓളം പേര് അറസ്റ്റിലായെന്നാണ് പറഞ്ഞത്. ആ കുട്ടികൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് അവിടെ ക്യാമ്പ് ചെയ്ത് പരിശീലനം നേടുകയായിരുന്നു, തീവ്രവാദ പരിശീലനം നേടിക്കൊണ്ടിരിക്കുക വാദി ഹുദ സ്കൂളിൽ. ഈ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകളല്ല ഈ പ്രകടനങ്ങൾ നടത്തി, പല സ്ഥലത്തു നിന്നും വന്നു ചേർന്ന ആളുകളാണ് വളരെ ആസൂത്രിതമായിട്ട് നടത്തിയത്. അതും തെരഞ്ഞെടുത്ത ദിവസം തിരുവോണം ദിവസം അവിടെ വെച്ചൊരു പരിപാടി നടത്തണം. എന്തുകൊണ്ട് പഴയങ്ങാടി ടൗണിൽ നടത്തുന്നില്ല? എന്തുകൊണ്ട് അപ്പുറത്തോ ഇപ്പുറത്തോ ഉള്ള ടൗണിൽ എന്താ ഇവർക്ക് നടത്താൻ വേണ്ടി പറ്റാത്തത്? അത് നടത്താതെ കൃത്യമായിട്ട് മാടായിപ്പാറ എന്ന് പറയുന്നൊരു സാംസ്കാരിക കേന്ദ്രത്തിൽ, 1, 2, 10 വർഷത്തെ ഒരു സാംസ്കാരിക കേന്ദ്രമല്ല അത്, നൂറ്റാണ്ടുകളുടെ പാരമ്പര്യം പരിപാലനമായിട്ട് കാത്തു സൂക്ഷിക്കുന്ന കേന്ദ്രം. അവിടെ ഇവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്, നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള ജിഹാദി പ്രസ്ഥാനങ്ങളായിരിക്കും. ബീഫ് അവിടെ വന്ന് ഫുഡും കൊണ്ടുവരും, അവിടെ വേസ്റ്റ് അവിടെ ഇട്ട് അങ്ങ് പോകും. ഒരുപാട് പരാതികളൊന്നും മാടായിപ്പാറ സംരക്ഷണ സമിതിയുടെ അതുപോലെ ഹിന്ദു സംഘടനകളുടെ ഒക്കെ നിരവധി പരാതികളുണ്ടായിട്ടും ഇത് നേരാവണ്ണം കൈകാര്യം ചെയ്യേണ്ട ആളുകൾ പോലീസ് സംവിധാനം നിയന്ത്രിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല. ഈ വാദി ഹുദ സ്കൂള് ദേവസ്വം ഭൂമി കയ്യേറിയിട്ട് റോഡ് വെട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ വാദി ഹുദ സ്കൂളിൻ്റെ പേരിലുള്ള ഒരു ഭീഷണി മുഴക്കൽ കൂടിയാണിത്. ഞങ്ങൾ വിട്ടുതരില്ല എന്നും ആരെങ്കിലും എതിർക്കുന്നുണ്ട് എങ്കിൽ ഞങ്ങൾ ഇതിന് പിന്നിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് എന്ന് കണ്ടോളൂ എന്നുള്ളൊരു ഭീഷണി കൂടിയാണിത്. അപ്പോൾ ഒരു വിശാലമായിട്ടുള്ള ഒരു ക്യാൻവാസിൽ ഇതൊരു ഭീകരവാദ ആശയപ്രചരണവും അതിൽ ഉപരിയായിട്ട് ഇവരുടെ ഒരു ഭീകരവാദ ആശയത്തോടൊപ്പം തന്നെയുള്ള ഇവരുടെ ഒരു ഭീഷണിയും മുഴങ്ങുമ്പോൾ തന്നെ മറ്റൊരു തരത്തിൽ ഇവരുടെ വളരെ കൃത്യമായിട്ടുള്ള ആസൂത്രണ സ്വഭാവത്തിലുള്ള കയ്യേറ്റ ശ്രമമാണ്
ഇതിൽ നാം ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ണൂരിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ പ്രതി അവസാനം പിടിക്കപ്പെടുന്നത് ആണ്. കണ്ണൂരിൽ നിന്നാണ്. ഈ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ എന്താണ് ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് വലിയ രീതിയിൽ ഒരു ഒളിത്താവളം ഒരുക്കുന്ന, അവർക്ക് വേരൂന്നാൻ കഴിയുന്ന രീതിയിലേക്ക് മാറുന്നത് എന്തുകൊണ്ടാണ്? ഇതിന് ചരിത്രപരമായിട്ടുള്ള നിരവധി കാരണങ്ങളുണ്ട്. അത് ഇപ്പോഴത്തെ നമ്മൾ നിൽക്കുന്ന ഒരു ഭൂമികയിൽ നിന്നുകൊണ്ട് മാത്രം അതിന് മറുപടി പറഞ്ഞാൽ അത് അത്ര കൃത്യമാവില്ല. അതിന് ടിപ്പുവിൻ്റെ ആക്രമണകാലത്തോളം എങ്കിലും നമ്മൾ പിന്നോട്ട് പോകണം. അതായത് ടിപ്പുവിൻ്റെ ആക്രമണത്തിൽ മലബാറാണ് ഏറ്റവും കൂടുതൽ നശിപ്പിക്കപ്പെട്ടത്. നിരവധി നിർബന്ധിത മതപരിവർത്തനങ്ങൾക്ക് വിധേയമായിട്ടുള്ളത്, ഇസ്ലാമിലേക്കുള്ള നിരവധി മതപരിവർത്തനങ്ങളിലേക്ക് വിധേയമാക്കപ്പെട്ടുള്ളത് മലബാറിലെ അന്നത്തെ പ്രമുഖ കുടുംബങ്ങളൊക്കെയാണ്. നിർബന്ധിത മതപരിവർത്തനം, നിരവധി ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു, നിഷ്കരുണം തകർക്കപ്പെട്ടു. ഇതിൻ്റെ ഒക്കെ ഒരു നൈരന്തര്യം, വല്ലാത്ത ഒരു ആവേശവും ഉത്സാഹവും നൂറ്റാണ്ടുകൾക്കിപ്പുറവും അവിടെയുള്ള ഇസ്ലാമിക ജനതയിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അവർ പറയുന്ന ടിപ്പു ഭരിച്ച നാടാണ് എന്നുള്ള ഒരു താല്പര്യം, അങ്ങനെയുള്ളൊരു പ്രചാരണം അവരുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അത് എന്ത് വില കൊടുത്തും ഞങ്ങൾ ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിൽ കൊണ്ടുവരും. അതുകൊണ്ട് അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പിൽക്കാലത്ത് ജമാഅത്ത് ഇസ്ലാമിയും PFIയും ഒരുപോലെ തന്നെ മലബാർ സ്റ്റേറ്റ് എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെക്കുന്നത്. മലബാർ സ്റ്റേറ്റിൽ ഏതൊക്കെയാണ് ഉള്ളത്? മലബാർ സ്റ്റേറ്റിൽ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ്, മംഗലാപുരം. അപ്പോൾ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ ആദ്യകാലത്തെ പ്രവർത്തനങ്ങൾ വളരെ സമ്പുഷ്ടമായിട്ട് നടന്നിരുന്ന ഒരു പ്രദേശമാണ് കണ്ണൂർ. ഭീകരവാദ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിഞ്ഞൂടെ? നാറാത്തുള്ള പഴയ കേസുകൾ, നിരവധി കേസുകൾ കണ്ണൂരിനടുത്ത് സാങ്കേതികമായിട്ട് കാസർഗോഡ് ജില്ലയാണ്. തൃക്കരിപ്പൂർ എന്നാണ് IS ബന്ധമുള്ള ആളുകളേക്ക് പിടികൂടിയിട്ടുള്ളത്. നിരവധി നൂറുകണക്കിന് കേസുകൾ, കനകവല കേസുകൾ, ഇത്തരത്തിലെല്ലാം കണ്ണൂർ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. കണ്ണൂർ വളരെ സുരക്ഷിതമാണ് ഇസ്ലാമിക ജിഹാദി പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് അവിടെ ചില നേതാക്കന്മാരെയൊക്കെ കയ്യിലെടുത്താൽ മാത്രം മതി, ഇവർക്ക് സുരക്ഷിതമായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും, ചില നേതാക്കന്മാരെ. അപ്പോൾ അതിൽ നിന്ന് തെറ്റിമറിഞ്ഞ് എന്തോ കാരണവശാൽ മാറി നിൽക്കുന്ന ഒരു നേതാവാണ് ഇപ്പോഴും P. ജയരാജൻ എന്നുള്ളത്. P. ജയരാജൻ ടാർഗറ്റ് ചെയ്യപ്പെട്ടു. വയലിൽ വെച്ച് ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അതിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് P. ജയരാജൻ വംശീയമായിട്ട് മതപരമായിട്ട് ലക്ഷ്യം വെക്കപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.